ഇന്നത്തെ സുവിശേഷ ചിന്തം പങ്കുവയ്ക്കുക. ലൂക്കായുടെ 6-ാം അധ്യായം 27 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണ് മനുഷ്യന് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കുവിൻ എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോയുടെ ജീവിതം തന്നെ അവിടുത്തെ സ്നേഹകാരുണ്യമാണ്. അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈവത്തിൻ്റെ ആ കരുണയുടെ കാഴ്ചപ്പാടിലാണ് നമുക്ക് തരുന്നത്. നിങ്ങളുടെ പിതാവ് കാരുണ്യം അയക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യവാന്മാരായിരിക്കുവിൻ. പിതാവ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കുവിൻ. ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ കരുണയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദൈവികമായ ചിന്തയിൽ, കാഴ്ചപ്പാടിൽ നാം സ്വീകരിക്കേണ്ട ഒരു മനോഭാവം അത് സ്നേഹത്തിൻ്റെ മനോഭാവമാണ്. ആ സ്നേഹം നമുക്ക് കിട്ടുന്നത് കാരുണ്യവാനായ ദൈവത്തിൽ നിന്നാണ്. കരുണയും സ്നേഹവും എല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യമാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഈ ദൈവസ്നേഹത്തെ, കാരുണ്യത്തെ എല്ലാം വികലമായ വിധത്തിൽ പ്രഘോഷിച്ച ഒരു വിഭാഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണപ്പെടുന്നുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം മതാചാരങ്ങളിൽപ്പെട്ട്, ആഘോഷങ്ങളിൽപ്പെട്ട് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം വളരെ അകലെയാണ് ദൈവത്തിൽ നിന്ന്. അതായത് നമ്മുടെ ജീവിതം ദൈവവുമായിട്ട് അടുക്കുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ ജീവിതമായും കാരുണ്യമായും ഒക്കെ മറ്റുള്ളവരിലേക്കും ജീവിതാനുഭവങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുക. ഈ മനോഭാവം നമ്മിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെടുമോ അപ്പോൾ നമ്മുടെ ജീവിതത്തിനും മതമൂല്യങ്ങൾക്കും എല്ലാം വികലമായ അർത്ഥമായിരിക്കും മറ്റുള്ളവർ കൽപ്പിക്കുക. നിങ്ങളുടെ പിതാവിൻ്റെ ആ വലിയ മനോഭാവം സ്നേഹത്തിൻ്റെ മനോഭാവമായിരിക്കണമെന്ന് നമ്മളെ ഈശോ പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിത ശൈലി കണ്ട് നിങ്ങൾ പിതാവിനെ പുകഴ്ത്താൻ, സ്തുതിക്കാൻ കാരണമാകത്തക്ക വിധത്തിലുള്ള ജീവിതമാകണം നമ്മുടേതെന്ന്. അതായത് എനിക്കെപ്പോഴെല്ലാം കാരുണ്യം കാണിക്കാൻ സാധിക്കുമോ, എനിക്കെപ്പോഴെല്ലാം ക്ഷമിക്കുവാൻ സാധിക്കുമോ, അപ്പോഴെല്ലാം എനിക്ക് മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ പകർന്നു കൊടുക്കുന്ന അനുഭവം പങ്കുവെക്കാൻ സാധിക്കും. എൻ്റെ പ്രവൃത്തിയിലൂടെ അവർ ദൈവത്തെ കാണുകയും ചെയ്യും. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറണമെന്ന് യേശു കൽപ്പിക്കുമ്പോൾ അത് നമുക്കറിയാം യേശു തരുന്ന സുപ്രധാനമായ ഒരു കൽപ്പനയാണ്. ഈ കൽപ്പന നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തെ സ്നേഹം കൊണ്ടറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അത് ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ മുദ്രകുത്തിയിട്ടുള്ള ഒരു സത്യമാണ്. സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഹൃദയം
ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് വളർത്തി വലുതാക്കി ആ സ്നേഹം വലുതാകുമ്പോഴാണ് നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ വിശാലമായി കാരുണ്യത്തിൻ്റെ ഉറവിടമായി തീരുന്നത്. ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് നാം പറയുന്നതാണ് ഹൃദയശാന്തതയും എളിമയുള്ള ഹൃദയം, കാരുണ്യമുള്ള ഹൃദയം, കാരുണ്യവാനായ ദൈവം. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലുമെല്ലാം നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്കും അനുഭവപ്പെടുത്താൻ സാധിക്കണം. കുരിശോളം നമ്മളോട് കരുണ കാണിച്ച ദൈവം, തൻ്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത ദൈവം, ആ ദൈവത്തിൻ്റെ ദിവ്യചൈതന്യമാണ് യേശുക്രിസ്തുവിലൂടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മാർഗമാണ് നമ്മുടെ കുദാശ ജീവിതങ്ങളെല്ലാം. ദിവ്യകാരുണ്യവും ദിവ്യബലിയും എല്ലാം നമുക്ക് തരുന്ന അനുഗ്രഹമാണത്. നമ്മുടെ ജീവിതം ഈ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ട് നടത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിലുണ്ടാകും. നമ്മുടെ ആഘോഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ ജീവിതത്തെ ദൈവികമായ കാഴ്ചപ്പാടിൽ ദൈവസ്നേഹത്തിൻ്റെ ആ മനോഭാവത്തിൽ നമുക്ക് നയിക്കാനും അത് മറ്റുള്ളവർക്ക് ജീവനും ജീവിതവും ആയിത്തീരാനും സാധിക്കുന്ന അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇന്നും ഇത് ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ദിവസങ്ങളും നമുക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ കാണാം ഒരുപാട് കാരുണ്യത്തിൻ്റെ അനുഭവങ്ങൾ, ഒരുപാട് സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ പെരുമാറ്റങ്ങൾ, രോഗികളോടും ഭവനരഹിതരോടും കുടിയിറക്കപ്പെട്ടവരോടും എല്ലാം കാണിക്കുന്ന മനുഷ്യസ്നേഹം. ഇന്നിവിടെ വിമർശിക്കപ്പെടുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ കരുണ എപ്പോഴെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു അവിടെയെല്ലാം സ്വാതന്ത്ര്യം നിഹരിക്കപ്പെടും. ഒരുപാട് കാരുണ്യം ലോകത്തിലുണ്ട്. ഒരുപാട് അന്താരാഷ്ട്ര സംഘടനകൾ രോഗികൾക്കും അവശർക്കും ഭവനരഹിതർക്കും കുടിയേറ്റക്കാർക്കും വേണ്ടി എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ അർത്ഥം ആ ദൈവസ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടും കരുതലും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഈ കരുണ നടപ്പാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആത്മപരിശോധന ചെയ്യണം. എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന ചെറുതും വലുതുമായ അവസരങ്ങൾ, അത് നമ്മുടെ പണത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പണം കൊണ്ട് മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ സ്വാധീനം, നമ്മുടെ കഴിവ്, നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ, ഇതൊക്കെ ചെയ്ത് എങ്ങനെയെല്ലാം അവരുടെ കരുണ കാണിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം കരുണ കാണിക്കാൻ നമ്മളെ ഇന്ന് കൃത്യമായിട്ട് ചിന്തകൾ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.